പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരന്മാരെ, കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഒരുമിച്ച ഉടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ചെറിയതും വലിയതും രഹസ്യവും പരസ്യമായിട്ടൊക്കെ ഒറ്റക്കും കൂട്ടായിട്ടുമൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ യഥാവിധി സൂക്ഷിക്കണമെന്നും പാലിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു ഇലാഹാകുന്നു. വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഈ ഉലൂഹിയ്യത്ത്, ദൈവികത, ദിവ്യത്വം, അള്ളാഹു ആകുന്നു എന്ന് സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകളും സംഭവങ്ങളുമൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതേപോലെ അള്ളാഹു ഏകനുമാകുന്നു, അള്ളാഹു ദൈവമാകുന്നു, അവൻ ഏകനുമാകുന്നു. ഈ ഉലൂഹിയത്തിൻ്റെയും തൗഹീദിൻ്റെയും ഏകത്വത്തിൻ്റെയും ദൈവികതയുടെയും വിശദീകരണങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അള്ളാഹു ഏകനാണ്, എന്തുകൊണ്ട് അള്ളാഹു ദൈവമാകുന്നു, അള്ളാഹു ഇലാഹാകുന്നു, ഇത് വിവിധ രൂപഭാവങ്ങളിൽ വിശുദ്ധ ഖുർആൻ നന്നായിട്ട് നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഴത്തിലും വിശാലതയിലും അവൻ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ഈ ഭാഗമാണ്. ഈ ഉലൂഹിയത്തും അള്ളാഹുവിൻ്റെ തൗഹീദും വഹദാനിയത്തും ഏകത്വവും മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കാനും പഠിപ്പിക്കുന്നതിനുമാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. പിന്നെ ഖുർആൻ്റെ ചർച്ചാ വിഷയം അതാണ്. നബിമാർ വരുന്നു, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെതിരെ, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെതിരെ രംഗത്ത് വരുന്നവരെ സൂക്ഷിക്കണമെന്നും ബഹുദൈവത്വ സങ്കല്പങ്ങളുടെ അടിസ്ഥാനങ്ങളെ, ആശയങ്ങളെ, ദർശനങ്ങളെ, പ്രയോഗങ്ങളെ പഠിപ്പിക്കുന്നതും പ്രബോധനം ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായ എല്ലാറ്റിൻ്റെയും ദൂഷ്യവലയങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്നും നിങ്ങളതിനെ സൂക്ഷിക്കണമെന്നും അതെന്തുകൊണ്ടെന്നും പഠിപ്പിക്കുന്നതിനാണ് പ്രവാചകന്മാർ കടന്നു വരുന്നത്. വീണ്ടും അത് വിശദീകരിക്കാം. എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇലാഹായിട്ട് അംഗീകരിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, തൗഹീദ്, ഏകത്വം അംഗീകരിക്കേണ്ടത്, ഇതും ഈ പ്രവാചകന്മാർ വിശദമായി പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗങ്ങളും അത് പഠിപ്പിക്കുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അവസ്ഥകളും അതിനെ പ്രവാചകന്മാർ അഭിമുഖീകരിച്ച രീതികളും വിശുദ്ധ ഖുർആൻ രണ്ടാമത് വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമത്തത്, ഈ രണ്ട് സംഗതികളും നിങ്ങൾ ഉൾക്കൊള്ളുകയോ തിരസ്കരിക്കുകയോ ചെയ്താൽ, തള്ളുകയോ കൊള്ളുകയോ ചെയ്താൽ, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തും വഹദാനിയത്തും പ്രവാചകന്മാരുടെ റിസാലത്തും നുബുവത്തും, ഇത് നിങ്ങൾ തള്ളുന്നതിൻ്റെയും കൊള്ളുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇഹപര വിജയങ്ങളുടെ ഫലങ്ങളുള്ളത്. ഇഹത്തിലും നിങ്ങൾ തോൽക്കും, പരലോകത്തും നിങ്ങൾ തോൽക്കും. അതാണ് ആഖിറത്ത്. ഇഹപര പരാജയങ്ങളെ സംബന്ധിച്ചുള്ള വലിയ മുന്നറിയിപ്പുകൾ മറ്റൊരവസ്ഥയിൽ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന, ഇപ്പോൾ സുഖത്തിലും സംതൃപ്തിയിലും സൗകര്യത്തിലും നിങ്ങളുടെ നിയന്ത്രണത്തിലും നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗവേദിയാണ് ദുനിയാവ്. ഒരിത്തിരി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് നമുക്ക് മനുഷ്യന്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഘട്ടം അവസാനിക്കുകയും അധികാരങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന
അവസ്ഥയാണ് പരലോകം. മാലിക് യൗമുദ്ദീൻ ഇത് നമ്മൾ പറയല്ലോ, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ. വമാദറാക്കമാ യൗമുദ്ദീൻ സ്വമ്മമാദറാക്കമാ യൗമുദ്ദീൻ. എന്താണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ? പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിനക്കറിയുമോ? യൗമലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ. അന്ന് ഒരാൾക്കും മറ്റൊരാളിൽ ഒരു സ്വാധീനവും ഒരധികാരവും, അധികാരവും സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു സാധുവിന് പോലും ചില അധികാരങ്ങളും സ്വാധീനങ്ങളും ഒക്കെ ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഓൻ്റെ പെണ്ണുങ്ങൾ, ഓൻ്റെ കുട്ടികൾ, ഓൻ്റെ ഉമ്മ, ഓൻ്റെ ഉപ്പ, ഓൻ്റെ ജ്യേഷ്ഠാനിയന്മാർ, അവരെ കുടുംബക്കാർ, അതിലൊരു സ്വാധീനം അവർക്ക് ഉണ്ടാവുമല്ലോ, ഒരു അധികാരം ഉണ്ടാവുമല്ലോ, ഒരു പദവി ഉണ്ടാവുമല്ലോ. അതേത് പാവത്തിന് പോലും ഉണ്ടാവും. അവൻ്റെ പെണ്ണുങ്ങളിലും കുടുംബത്തിലും മക്കളിലും. പിന്നീട് അതിൻ്റെ പദവിയും സ്വഭാവമൊക്കെ വരുന്നതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പദവി വളരുകയും വിശാലമായ തലങ്ങളിൽ പവർ പൊളിറ്റിക്സ്, മണി പവർ, അധികാരത്തിൻ്റെ ശക്തി, സമ്പത്തിൻ്റെ ശക്തി, രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ഉദ്യോഗത്തിൻ്റെയും ഒക്കെ ശക്തി, ഇത് കൂടുന്നതിനനുസരിച്ച് മനുഷ്യന് അധികാരവും സ്വാധീനവും വിപുലമായ സ്വഭാവത്തിൽ കുറച്ചും കൂടി പ്രയോഗിക്കാൻ ഭൂമിയിൽ സൗകര്യം ഉണ്ടാകും. ഭൂമിയിലേ നടക്കുള്ളൂ. ഭൂമിക്ക് പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ഭൂമിക്ക് പുറത്തൊന്നും മനുഷ്യൻ്റെ അധികാരമായിട്ട് എവിടേക്കും കടന്നു ചെല്ലാനുള്ള വലിയ ശേഷിയൊന്നും. അങ്ങനെ അവകാശവാദങ്ങളൊക്കെ നടത്തിയും കൊണ്ടിരിക്കുന്നുണ്ട്. നാസയും ശാസ്ത്രജ്ഞന്മാരൊക്കെ അവിടെ പോയി അവിടെ അങ്ങനെ നടത്തി ഇവിടെ നടത്തി ഒന്നും നടക്കാൻ പോണില്ല. ഭൂമിയിൽ മാത്രമേ മനുഷ്യൻ എന്തെങ്കിലും കളി കളിക്കാൻ കഴിയുള്ളൂ. ഭൂമിക്കപ്പുറത്തുള്ള ഒരു ലോകത്തും മനുഷ്യന് അള്ളാഹു അധികാരം നൽകിയിട്ടില്ല. അത് സാധ്യമല്ല. അങ്ങനെയല്ല. അവിടുത്തെ ആ മനുഷ്യനെന്ന് പറയുന്ന ജൈവ സൃഷ്ടിക്ക്, സ്പീഷീസിന് അനുകൂലമായ സംവിധാനങ്ങളിലല്ല ചന്ദ്രനോ നെപ്റ്റ്യൂണോ ചൊവ്വയൊന്നും അല്ല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ പോയിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത്ഭുതകരമായ മെസ്സി, നെയ്മർ, മറഡോണ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ഭുതപ്പെടുത്തുമല്ലോ. എന്നതുപോലെ ശാസ്ത്രത്തിൻ്റെ ചെലവിലുള്ള അത്ഭുതപ്പെടുത്തലുകളും അന്ധവിശ്വാസങ്ങളുമാണത്. യാഥാർത്ഥ്യങ്ങൾ വളരെ കുറവാണ്. വലിപ്പോൾ ലോകം പൊളിച്ചുകൊണ്ട് ലോകത്തെന്തുണ്ടാകാനാണ് പോണത്? ഒന്നും സംഭവിക്കാൻ പോണില്ല. പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോണില്ല. കോർപ്പറേറ്റുകൾ കോടാനുകോടികളുടെ മില്യണും ട്രില്യണും ഒക്കെ ആയിട്ട് ഡോളറുകൾ, ദീനാറുകളും ഡോളറുകളും ഒക്കെ വളരെ പെട്ടെന്ന് വിഴുങ്ങിയെടുക്കാനുള്ള അപൂർവമായ സംവിധാനങ്ങളിലൊന്നാണ് ഇപ്പോഴത്തെ ആർട്സ് ആൻഡ് സ്പോർട്സ് സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. സിനിമ മുതൽ വലിയ സ്പോർട്സ് മാജിക്കുകളടക്കം മനുഷ്യൻ്റെ കലാവിഷ്കാരങ്ങളും കായികാവിഷ്കാരങ്ങളൊന്നും നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. അത് വേറെ ചർച്ചയാണ്. പക്ഷേ ഇന്നത് ആര് റിമോട്ട് ചെയ്യുന്നു, എന്തിനു റിപ്പോർട്ട് ചെയ്യുന്നു? മനുഷ്യനിൽ കലയുണ്ട്, മനുഷ്യന് കായികമായ ശേഷിയുണ്ട്, അതിൻ്റെയൊക്കെ മാസ്മരികമായ പ്രകടനങ്ങൾ നടത്താനുള്ള കഴിവും മനുഷ്യനുണ്ട്. പക്ഷെ അത് കച്ചവടമാവുകയും അത് മാരകമായ രീതിയിൽ മനുഷ്യനെ പ്രക്ഷാളനം ചെയ്യാൻ, അവൻ്റെ ബുദ്ധിയെയും ചിന്തയെയൊക്കെ കൊള്ളയടിക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞത് അതൊക്കെ ഉണ്ട്. ഇവർക്ക് ഈ രണ്ട് സാധനങ്ങൾ, കലയും സാഹിത്യവും ശാസ്ത്രമൊക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യനെ കൊള്ളയടിക്കുന്നത് പോലെ അത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ മനുഷ്യന് ഭൂമി വിട്ടിട്ട് ഒരു കളി കളിക്കാൻ കഴിയില്ല. ഭൂമിയിൽ തന്നെ എല്ലാ സ്ഥലത്തും കളിക്കാൻ കഴിയില്ല. പിന്നില്ലേ ഭൂമിൻ്റെ പുറത്ത് പോയിട്ട് കളിക്കണത്. ഭൂമിയുടെ 3/4 ഭാഗവും കടലാണ്, 2/3 ഭാഗവും കടലാണ്, 70% കടലാണ്. ഈ കടലിൽ എന്ത് കളിയാണ് മനുഷ്യൻ കളിക്കുക? അതിൻ്റെ മേലെ കൂടെ ഇല്ലാതെ മനുഷ്യന് ഇറങ്ങി കളിക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ, പർവ്വതങ്ങൾ, മഹാപർവ്വതങ്ങൾ, അതുപോലെ തന്നെ വലിയ ആമസോൺ പോലത്തെ വലിയ വനമേഖലകൾ. ഇറങ്ങി കളിച്ചാൽ പ്രശ്നം തീരും, പ്രശ്നം വേറൊന്നായി തീരും ചെയ്യും. ആ നിൽക്കുന്ന നിൽപ്പിൽ അവൻ കളിക്കാൻ തീരുമാനിച്ചാൽ അത് അവനും പ്രകൃതിക്കൊക്കെ വലിയ തീക്ഷ്ണമായ ഫലങ്ങൾ ഉണ്ടാക്കും. എന്നാൽ അവിടെ ഒന്നും പോയിട്ട് കളിക്കാൻ മാത്രമുള്ള കഴിവൊന്നും മനുഷ്യനല്ല. ഭൂമി തന്നെ എല്ലാ സ്ഥലത്തും എല്ലാം ചെയ്യാനുള്ള ഒരു അവസരമൊന്നും മനുഷ്യന് കൊടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തുനിന്ന് പോയിട്ട് ചൊവ്വേ ചെയ്തു, വ്യാഴത്തിൽ ചെയ്തു എന്നൊക്കെ പറയണത് കുറച്ചൊക്കെ നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണതൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ അധികാരവും സ്വാധീനവും നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയാത്ത ഒരു ലോകം കൂടി വരുന്നുണ്ട്. ഈ ഭൂമിയിൽ നിങ്ങളുടെ കഴിവിനും സ്വാധീനത്തിനും അനുസരിച്ചുള്ള വലുപ്പ ചെറുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാധീന അധികാര മേഖല ഉണ്ട്. അതത്രേക്കുള്ളൂ. ചിലപ്പോൾ പച്ചപ്പാവാണെങ്കിലും അവൻ്റെ കുടുംബത്തിന് മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അവനവൻ്റെ പെണ്ണുങ്ങളിലും കുട്ടികളിലും ഒക്കെ അധികാരം നടത്താൻ പറ്റുള്ളൂ. മറ്റൊരു ഭാഗത്തും വേറെ ചില അധികാരത്തിന് വിധേയനായിരിക്കും. ബാക്കിയുള്ളവർക്ക് വഴങ്ങിക്കൊടുന്ന നേതാവ്, മതം, പാർട്ടി, സംഘടന, മുതലാളി, യജമാനൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊന്നിൻ്റെ കീഴിലാണ് ഓനുണ്ടാവും. പക്ഷെ ഓൻ്റെ വീട്ടിലെത്തിയാൽ ഓൻ്റെ കീഴിലൊരു അധികാര സ്വാധീന സ്ഥലങ്ങളുണ്ടാവും. ഇതൊന്നും നിങ്ങൾക്കില്ലാത്ത മൂന്നാമത്തെ രംഗവേദിയാണ് പരലോകം എന്ന് പറയുന്നത്, ആഖിറത്ത് എന്ന് പറയുന്നത്. ഇതും അല്ലാഹ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തും അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തും നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, പ്രവാചകന്മാർ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളത് ഫോളോ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരവും സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ലോകം വരാനിരിക്കുന്നു.
ആഖിറത്ത്. ഇതും ഖുർആൻ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഖുർആന്റെ മുഖ്യം. ഇതൊക്കെ എല്ലാ പ്രമേയവും കേന്ദ്രീകൃതമാകുന്നത് ആഖിറത്തും അതുപോലെ തന്നെ റിസാലത്തും ഒക്കെ എത്തുന്നത് അള്ളാഹുവിൻ്റെ ദിവ്യത്വം, ദൈവികത, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏകത. അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു ആകുന്നു, ഇലാഹാകുന്നു. ഇത് സ്ഥാപിക്കലാണ് ഖുർആനിൻ്റെയും പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയൊക്കെ ദൗത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അവതരണമാണ് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ ചിലതൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് അള്ളാഹു ഇലാഹാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഒരു ഭാഗം നമ്മളെന്ന് പറഞ്ഞിരുന്നു, ആരാധിക്കാൻ അള്ളാഹു മാത്രം, ആരാധിക്കാൻ അള്ളാഹിനെ അള്ളാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അതായത് നമ്മൾക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി പരിഹരിക്കാനുള്ള കഴിവുണ്ട് എന്ന വിചാരത്തോടു കൂടി ഒരു സാധനത്തോടും നിങ്ങൾ എന്തെങ്കിലും വിളിച്ച് ചോദിച്ച് അഭ്യർത്ഥിക്കാൻ പാടില്ല. അപ്പം അയാൾക്ക് നമുക്ക് ഭക്ഷണം തരാൻ കഴിയും, അയാൾക്ക് നമുക്ക് കാശ് തരാൻ കഴിയും, അയാൾക്ക് നമുക്ക് വെള്ളം തരാൻ കഴിയും, അയാൾക്ക് നമുക്ക് മഴ പെയ്യിച്ച് തരാൻ കഴിയും, മറ്റേ ആൾക്ക് നമുക്ക് വെയിലറിപ്പിച്ച് തരാൻ കഴിയും, ഇന്ന ആൾക്ക് നമ്മൾക്ക് വിദ്യാഭ്യാസപരമായ കഴിവുകൾ നൽകാൻ കഴിയും. ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റു വേദങ്ങളിലും ഈ ഹിന്ദു അതുപോലെ തന്നെ ഗ്രീക്ക് റോമൻ സംഗതികളിലൊക്കെ ഈ ദേവന്മാരും ദേവികളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള. ആ ദേവൻ അതിൻ്റെ മാത്രം ദേവനാണ്. അതാൾ മഴ പെയ്യും. അപ്പം മഴദൈവം എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടാവും. ഒരാൾ സൂര്യദൈവമാണ്, വെയിലറിപ്പിക്കുന്ന ദൈവമാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ധനത്തിൻ്റെ ദൈവം. അതിന് വേറെ ചോദിച്ചിട്ട് കാര്യമില്ല, അതിന് നിങ്ങൾ ലക്ഷ്മിയോട് ചോദിക്കണം. സരസ്വതി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. അതുപോലെ തന്നെ പഠനയും കൂടെ സരസ്വതി പൂജ. ഇപ്പോൾ നമ്മളോടൊക്കെ ചിലപ്പോൾ മിക്കവാറും സംഘപരിവാരൻ്റെ വിദ്യാഭ്യാസ കാവ്യവൽക്കരണ പദ്ധതികളിൽ സരസ്വതി പൂജ നടത്തണമെന്ന് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പതിയെ അത് നിർബന്ധമാക്കാനുള്ള സാധ്യതകളൊക്കെ വരും. സൂര്യ നമസ്കാരമൊക്കെ പറഞ്ഞതുപോലെ ഒരു പരിപാടിയായിട്ട് വരും. ഇപ്പോൾ സരസ്വതി ഒരു സാധനമാണ്, ഒരു ദേവനാണ്, ഒരു ദേവിയാണ്. അതിനോട് വേണം നിങ്ങൾ കാര്യങ്ങൾ പറയാൻ. ഇന്ദ്രനുണ്ട്, ഇടിമിന്നലിൻ്റെ മഴയുടെ ആകാശത്തിൻ്റെ അധിപനാണ് ഇന്ദ്രൻ. അങ്ങനെ ഓരോ ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ പ്രത്യേക പദവിയിൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴയ്ക്ക് വേണ്ടി അതിനോട് ചോദിക്കാൻ പറ്റുള്ളൂ, വെയിലിന് ഇതിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. ഗണപതി ഉണ്ട്, വിഘ്നേശൻ, വിഘ്നങ്ങളൊക്കെ നീക്കം ചെയ്യുന്നവൻ, എല്ലാ തടസ്സവും നീക്കുന്നവന്. ഇപ്പം നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? കല്യാണം, ബിസിനസ്, രാഷ്ട്രീയത്തിൽ, മതത്തിൽ, കുടുംബത്തിലൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വേറെ ഇന്ദ്രനെ വിളിച്ചിട്ട് കാര്യമില്ല, മഹാവിഷ്ണുവിനെ ബ്രഹ്മാവിനെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വിളിക്കേണ്ടത് അതിൽ ഗണപതിയെയാണ്. വിഘ്നേശൻ, വിഘ്നങ്ങൾ നിങ്ങൾക്ക് നീക്കിത്തരാൻ കഴിവുള്ളത് അങ്ങനെ ഓരോന്നിനും ഓരോ സാധനങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പല രീതിയിൽ, എന്നിട്ട് അതിന് പൂജ, വഴിപാട്, അതുമായി ബന്ധപ്പെട്ട നേർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട ദർപ്പണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ബലികൾ, അതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ആചാര ഉപചാര അനുഷ്ഠാന ചടങ്ങുകൾ, വമ്പിച്ച ചെലവുള്ളത് മുതൽ മാരകമായ സ്വഭാവത്തിലുള്ളതടക്കം, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭീകരമായ രീതികൾ മുതൽ വളരെയേറെ പണച്ചെലവുള്ള ആരാധന, അനുഷ്ഠാന, നേർച്ച, ത്യാഗ, ബലി ചടങ്ങുകളടക്കം ഈ ദൈവത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ദേവീദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പഴയ ഗ്രീക്കിലൊക്കെ ഉണ്ട്. അപ്പോളോ, ജൂണ്, സിയൂസ്, അധീന എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഈ പറഞ്ഞതിൻ്റെ വേറെ രീതിയിലുള്ള ഒരു വകഭേദങ്ങളാണ്. അപ്പോളോ എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ദൈവമാണ്. അതുപോലെ തന്നെ ജൂപ്പിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ജൂണുണ്ട്. നമ്മൾ ഈ ജൂൺ മാസം എന്നൊക്കെ പറഞ്ഞ ഒരു ദേവന്റെ പേരാണ്. ജൂൺ, ജൂലൈ എന്നൊക്കെ നമ്മൾ പറയല്ലോ. ജൂലിയസ് സീസറാണ്. ജൂൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗ്രീക്കിലെ റോമിലെ ഒരു ദൈവത്തിന്റെ പേരാണ്. അദ്ദേഹം ഈ ഒരു ദേവനാണ്, അദ്ദേഹത്തിനൊരു വകുപ്പുണ്ട്. ഇതിനൊക്കെ മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അപ്പൊ അവരാണ് ഇതൊക്കെ നടത്തി തരുന്നത്. മഴ പെയ്യിക്കുന്നത് ഇന്ന ദേവനാണ്, അല്ലെങ്കിൽ വെയിലറിപ്പിക്കുന്നത് ഇന്ന ദേവിയാണ്, ഇന്ന ആളാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളത് എന്ന വിചാരത്തോടു കൂടി നിങ്ങൾ അല്ലാഹുവല്ലാത്ത എന്തിനേയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതാണ് ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. ഇബാദത്തിന്റെ അള്ളാഹിനെ അംഗീകരിക്കുന്നു, അള്ളാഹിനെ അനുസരിക്കുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹുവിനെ നിങ്ങൾ അടിമവൃത്തി ചെയ്യുന്നു, നിങ്ങൾ അള്ളാഹുവിനെ യജമാനനായി അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പ്രാർത്ഥനയാണ്. ഒരാളോട് നമ്മൾ അപേക്ഷിക്കപ്പെടാം, നമ്മളെക്കാൾ മുകളിൽ അയാളുണ്ട് എന്ന് അപ്പോഴാണ് നമ്മൾ ചോദിക്കുകയുള്ളൂ. മുകളിലുള്ളവനോടല്ലേ ചോദിക്കുകയുള്ളൂ, താഴെയുള്ള ആളോട് ചോദിക്കുമോ? നമ്മൾ മുകളിൽ നമ്മളെക്കാൾ, നമ്മളിൽ ഇല്ലാത്തത് നമ്മളെക്കാൾ അതുള്ളവരോടാണ് ചോദിക്കുക. അപ്പം നമ്മളെക്കാൾ പദവിയിലാണ് അവരുണ്ടാവുക, അവരോടാണ് നമ്മൾ ചോദിക്കുക. അപ്പം അള്ളാഹു യഥാർത്ഥത്തിൽ എല്ലാറ്റിൻ്റെയും മുകളിലാണ്.
എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ്, വിളിക്കലും പ്രാർത്ഥിക്കലും തന്നെയാണ് ഇബാദത്തിന്റെ മജ്ജ. അംഗീകാരത്തിന്റെയും അനുസരണത്തിന്റെയും അടിമത്വത്തിന്റെയും സമർപ്പണം. അള്ളാഹുവിനെ നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ മർമ്മം അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നുള്ളതാണ്. ഹുവൽ ഇബാദ, ആ പ്രാർത്ഥനയ്ക്ക് തന്നെയാണ് ഇബാദത്ത് എന്ന് പറയുക. അതുകൊണ്ടാണ് എന്ത് സംഗതി ചെയ്യുമ്പോഴും നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാമിലെ ഏതൊരു ചെറിയ കാര്യം എടുത്ത് വരിച്ചു, നിങ്ങൾ തുണിക്കുപ്പായം ധരിക്കുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ കസൗതനി, അല്ലാഹുവേ നീയാണ് എന്നത് ധരിപ്പിച്ചത്. കാരണം ഈ തുണിക്കുപ്പായം നമുക്ക് ധരിക്കണമെങ്കിൽ കയ്യിനും കാലിലും കഴിയണം, ധരിക്കാൻ പറ്റിയൊരു ശരീരം വേണം. നമ്മളത് വിചാരിച്ചാൽ തന്നെ ആശുപത്രി കിടക്കുമ്പോൾ ചിലപ്പോൾ കുപ്പായം തൊടാൻ പറ്റൂലല്ലോ, കയ്യൊന്നും ഇങ്ങനെ ഒടിഞ്ഞു തരുക. ഒരു ബനിയനിട്ടെങ്കിൽ എന്തൊരു ഇടങ്ങാറാ, അതിൻ്റെ ഉള്ളിൽ കൂടെ കയ്യുണ്ടാകാൻ കഴിയില്ല. ഇതിവിടെ ഇങ്ങനെ വലിച്ചു കെട്ടി നിൽക്കണം. ഈ ഷർട്ട് അതിമക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? ഇനി നിങ്ങളുടെ ശരീരം പൊള്ളിക്കുകയാണ്, നിങ്ങൾക്കൊരു ഒരു ബനിയൻ ഇടാൻ പറ്റുമോ? നിങ്ങൾക്കൊരു പുതപ്പ് മേലിടാൻ പറ്റുമോ? ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹു ഇനിയിപ്പോൾ നമുക്ക് പുതക്കാനും ഉടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്, പക്ഷെ തുണിക്കുപ്പായം വരുന്നില്ല എന്ന് കരുതുക. ഇപ്പോൾ പെട്രോളോ ഇന്ധനമൊക്കെ മുടങ്ങണ പോലെ ഇതൊക്കെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് നീണ്ട ഭക്ഷണത്തെ പോലെ തന്നെ വലിയൊരു പ്രവർത്തന ശൃംഖലയിലൂടെ കറങ്ങിത്തിരിഞ്ഞാണ് വളരെ കുറഞ്ഞ വിലക്ക് ഇന്ത്യങ്ങളും ശരീരത്തിലേക്ക് എത്തുന്നത്. കൂടിയ വില എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയലും അത് പ്രകൃതിയിൽ നിന്ന് രൂപപ്പെടുന്നതൊക്കെ നമ്മൾ പഠിച്ചാൽ കോടാനുകോടി ഉറുപ്പുണ്ടാക്കിയാൽ പോലും മനുഷ്യന് ചെയ്യാൻ പറ്റൂല. ലിബാസുദ്ധ ഖുർആൻ വസ്ത്രത്തെക്കുറിച്ച് വലിയൊരു ചർച്ച നടത്തുന്നുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ കടന്ന് പോണില്ല. അതിൻ്റെ ശാസ്ത്രീയ വശവും ആത്മീയ വശവും സാംസ്കാരിക വശവും ഒക്കെ ഖുർആൻ ചെയ്തിട്ട് വസ്ത്രത്തെക്കുറിച്ച് നല്ലൊരു ചർച്ച ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. കാരണം അത്രയും മനുഷ്യൻ മാത്രമാണ് ഭൂമിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അത്ഭുതകരമായ സംഗതിയാണല്ലോ. അതുകൊണ്ട് അള്ളാന്റെ ആയത്ത് പോലെയാണ് ലിബാസിനെ ഖുർആൻ ഉദ്ധരിച്ചിട്ടുള്ളത്. മനുഷ്യന് മാത്രം, മറ്റു ജീവജാലങ്ങൾക്കൊന്നും വസ്ത്രമില്ല. മനുഷ്യൻ മാത്രമാണ് സൗന്ദര്യത്തിനും വ്യക്തിത്വത്തിനും അതുപോലെ തന്നെ അവൻ്റെ എല്ലാ സാംസ്കാരിക അടയാളങ്ങൾക്കുമായിട്ട് വസ്ത്രത്തെ പ്രയോഗിക്കാം. ബാക്കിയുള്ളതിലൊന്നും ഒരു ജീവജാലങ്ങളിലും നമുക്ക് വസ്ത്രം കാണാൻ പറ്റൂല. ആ വസ്ത്രം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ വസ്ത്രം തുണിക്കുപ്പായം ഇടുകയാണെങ്കിൽ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നാൽ ആദ്യം പറയാം, ഇപ്പോൾ കണ്ണാടിൻ്റെ മുമ്പിലേക്കാണ്, അപ്പോൾ പറയണം അള്ളാഹുവേ എൻ്റെ ഈ സൃഷ്ടിപ്പ് നന്നാക്കിയ പോലെ എൻ്റെ സ്വഭാവം നന്നാക്കണം. എൻ്റെ ഹൊലുക്ക് വളരെ നല്ലതാണ്, സൃഷ്ടിപ്പ് നല്ലതാണ്. കാരണം എൻ്റെ മൂക്കും കണ്ണും ചുണ്ടും ഒക്കെ ലെവലിലാണ് നിൽക്കുന്നത്. കണ്ണും കയ്യും കാലും ഒക്കെ ശരിക്കാണല്ല, നീ തന്നതാണല്ലോ, അല്ലാണല്ലോ. എന്നിട്ട് അപ്പം തന്നെ പറയണം, ഈ കണ്ണുകൊണ്ട് കൈകൊണ്ട് കാലുകൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന ഒരു സംസ്കാരമുണ്ട്. ഈ കൈകൊണ്ട് ഞാൻ ചെയ്യണം, പോകുമ്പോൾ തോണ്ട, മറ്റവനെ പിച്ച്, വായുകൊണ്ട് അശ്ലീലം പറയുക, കണ്ണുകൊണ്ട് വേണ്ടാത്തത് കാണുക, കാലുകൊണ്ട് വേണ്ടാത്ത സ്ഥലത്തേക്ക്. ഇതാണ് സാംസ്കാരിക അധപതനം. അപ്പോൾ ഹുലുക്ക് നന്നാവണം. അള്ളാഹുവേ നീ എൻ്റെ ഹലുക്ക് നന്നാക്കി. ഈ ഹലുക്ക് നന്നാക്കി നമുക്ക് പങ്കില്ല. അറബിയിലെ ഹലക്ക എന്ന് പറഞ്ഞാൽ തന്നെ യോജിച്ചത് യോജിച്ച പോലെ ചെയ്തു, ഒന്നിന് പറ്റുന്ന രീതിയിൽ. അല്ലാതെ എങ്ങനെയോ എന്തൊക്കെയോ വാരി സൃഷ്ടിച്ചിട്ട് പരസ്പരം ബന്ധമില്ലാത്തൊരു സാധനത്തിന് ഉണ്ടാക്കിയിട്ട് അറബിയിലെ ഹലക്ക എന്ന് പറയില്ല. മറിച്ച് അറബിയിലെ ഹലക്ക എന്ന് പറഞ്ഞാൽ ആകാശത്തിന് പറ്റുന്ന ഭൂമി, കടലിന് പറ്റുന്ന കര, ആണിന് പറ്റുന്ന പെണ്ണ്, അത് രണ്ടും ചേർന്നാലേ ഹലക്ക ആവുള്ളൂ. രണ്ടും വൈരുദ്ധ്യങ്ങൾ. കണ്ണ് ആണെന്തോ ഒന്ന്, പെണ്ണ് വേറെന്തോ ഒന്ന്, കര വേറെ, കടല് വേറെ, ആകാശം വേറെ, ഭൂമി വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടായാൽ എന്തുണ്ടാവില്ല. അപ്പോൾ ശരീരത്തിലെ കയ്യും കാലും കണ്ണും കാതും നാക്കും മൂക്കും ഒക്കെ ഏറ്റവും ഫിറ്റായ രീതിയിൽ പരസ്പരം ചേർന്ന് യോജിച്ച് ഒരേ ദൗത്യം നിർവഹിക്കാൻ പറ്റുന്ന, അതാണ് ഹലക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം. അതല്ല നടത്തി, നമ്മൾ പ്ലാൻ ചെയ്തല്ലോ. കണ്ണ് ഇവിടെ വേണം നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമല്ല. കാത് എങ്ങനെയാണ് വേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമല്ല. ഒരാൾക്കും അതിലൊരു പങ്കുമില്ല. നമ്മുടെ കാത് എങ്ങനെയാവണം എന്ന് നിർണയിച്ചത് നമ്മളല്ല. ഇവിടുത്തെ ഒരു ശാസ്ത്രജ്ഞനല്ല, ഒരു ബുദ്ധിജീവിയല്ല, ഒരു രാഷ്ട്രീയക്കാരനും മതക്കാരനും അതിൽ അധികാരമില്ല. ഒരു സമ്പത്തും ശാസ്ത്രവും അതിൽ പങ്കാളിയായിട്ടില്ല. ഈ ചെവിയുടെ സൃഷ്ടിപ്പ് പോലും വൈകല്യമാണ്. ഇങ്ങനെ കണ്ടാൽ വലിയ ചുരുക്കൊന്നുമില്ല ഈ ചെവി എന്ന് പറഞ്ഞാൽ. നമ്മൾ എടുത്തു നോക്കിയാൽ ഭയങ്കര വൈരൂപ്യമുള്ളൊരു സാധനമുണ്ടോ ചെവി. ഒറ്റക്കെടുത്ത് കയ്യിൽ വെച്ചാൽ ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. ഫോട്ടോ കൊടുത്തിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പൂമ്പാറ്റ പോലെ, താമര പോലെ, അല്ലെങ്കിൽ എന്താണ് പറയുക, പനിനീർ പോലെ ഭയങ്കര രസമുള്ളൊരു സാധനം എന്നല്ല ഈ ചെവി എന്ന് പറയുന്നത്. പക്ഷെ ഈ ചെവിയുടെ വളവുകളും തിരിവുകളും ഒടിവുകളും പോലും ശബ്ദത്തെ വിന്യസിക്കാനും കേന്ദ്രീകരിക്കാനും സ്വീകരിക്കാനും നിയന്ത്രിക്കാനും പറ്റുന്ന രീതിയിലാണ് അള്ളാഹ് ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസകരമായ രീതിയിൽ ഈ ചെവി. സംഅ വൽ അബ്സാറ, ഖുർആനിൽ എല്ലായിടത്തും സംആണ്. കാരണം ശരീരത്തിൻ്റെ ബാലൻസിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട മസ്തിഷ്കവുമായിട്ട് ഏറ്റവും വളരെ ആഴത്തിൽ ബന്ധമുള്ള സാധനമാണ് ചെവി. അതുകൊണ്ട് ശരീരത്തിൻ്റെ ബാലൻസ് തകരാറാകുന്നതാണ്. അതുകൊണ്ട് ഖുർആനിലെ കാഴ്ച പറയുന്നതിന് മുമ്പാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സംഅ വൽ അബ്സാറ, എല്ലായിടത്തും കാഴ്ചയും കേൾവിയും കാഴ്ചയും നൽകിയില്ലേന്നാ. നമ്മൾ കാഴ്ചയും കേൾവിയും നൽകിയില്ലെന്നാ പറയാം. കാഴ്ചയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് ഖുർആൻ ചെവിനെയാണ് പരിഗണിക്കുന്നത്. ഈ ചെവിക്ക് ഒരു സൗന്ദര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ വിശദാംശം ഓരോന്നും നിങ്ങൾക്ക് ആലോചിക്കാം. നമ്മുടെ ചെറുവിരലിലെ നഖങ്ങൾ മുതൽ വിരൽ, ഓരോ സാധനങ്ങളും ഒന്നിന് പറ്റുന്ന രീതിയിൽ അള്ളാഹു സംവിധാനിച്ച് വെച്ചിരിക്കുന്നു. അതാണ് അള്ളാഹ് ഖലഖ. ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അള്ളാഹു ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പടച്ച റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൽ വേറൊരാൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ പങ്കാളിത്തോ
കഴിവുകൾ. അപ്പൊ ഇതൊന്നും ഇങ്ങനെ അല്ലാത്ത ഒരാൾ നമ്മൾ വിളിക്കുക. നമുക്കിതൊന്നും തരാത്ത, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളോട് നിങ്ങൾ അതുകൊണ്ടാവലാത്തതോ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ജീവനുള്ളതോ ജീവനില്ലാത്തതോ അതുപോലെ ഭൂമിയിൽ നിലനിൽക്കുന്ന മറ്റെന്തെങ്കിലും സംവിധാനങ്ങളെ ഒന്നും നിങ്ങൾ ദൈവമായിട്ട് കാണാൻ പാടില്ല. എന്നാണ് മർമ്മം അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിന്. ഈ പണ്ഡിതന്മാർ ഈ ഉലൂഹിയത്തിനെ ഒന്നും കൂടിയും രസകരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ തലങ്ങളിലേക്ക് നമ്മൾ പോണ്ട. വളരെ ഇതായിട്ട് അവർ പറയണത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു ഇലാഹാണ് എന്ന് അംഗീകരിക്കുക, അള്ളാഹു ദൈവമാണ് എന്ന് അംഗീകരിക്കുക, അള്ളാഹു ദൈവമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുക, അള്ളാഹിനെ ദൈവമായിട്ട് അംഗീകരിക്കണം. പക്ഷെ ഖുർആൻ അത് അള്ളാഹിനെ ദൈവമായിട്ട് അംഗീകരിക്കണം എന്ന് മാത്രമല്ല പറയണത്, അവൻ ഏകനുമാകുന്നു. മാലക്കും മിൻ ഇലാഹിൻ ഗൈറഹു, അവനല്ലാത്ത ഒരാളുണ്ടാകാൻ പാടില്ല. കുറേ ദൈവങ്ങളുണ്ട്, അതിലൊരു ദൈവമായിട്ട് അള്ളാഹിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അള്ളാഹിനെ ദൈവമായിട്ട് എല്ലായിടത്തും എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. ആ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന നിലക്ക് അംഗീകരിച്ചു കൊടുക്കില്ല. അള്ളാഹു മാത്രമാകുന്നു, അവൻ ഏകനുമാകുന്നു. ഇത് അള്ളാഹുവിന് കൃത്യമായിട്ട് അംഗീകരിച്ച് സമ്മതിച്ച് കൊടുക്കണം. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത്. രണ്ടാമത്തെ അതിൽ തന്നെ പറയുന്നൊരു ഭാഗം, അള്ളാഹുവിന് മാത്രം അർഹതപ്പെടുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന എല്ലാം അവൻ അംഗീകരിച്ചു കൊടുക്കുക. നമുക്ക് സൗകര്യമുള്ളതും എളുപ്പമുള്ളതും ആരൊക്കെയോ കണ്ടതും കേട്ടതും മറിച്ചതും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടല്ലോ, കാര്യങ്ങളൊന്നും മുഴുവനൊന്നും അറിയാതെ ചിലതൊക്കെ മാത്രം അള്ളാഹ് അംഗീകരിച്ചു. അങ്ങനെയല്ല, അള്ളാഹുവിനെ നിങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടുകൂടി എല്ലാ സ്വഭാവത്തിലും അള്ളാഹു ഇലാഹാണ് എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ്. നമുക്ക് ഇടയ്ക്ക് കിട്ടുകയാണെങ്കിലൊക്കെ അത് പറയാം. രണ്ടാമത്തെ തൗഹീദ് റുബൂബിയ്യത്ത്, അള്ളാഹു ദൈവമാണ്. ഇപ്പോൾ ദൈവമാകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ പല മതങ്ങളിലും ദൈവം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. എല്ലാറ്റിൻ്റെ മേലൊരു ദൈവം ഉണ്ടാവും. എന്നിട്ടാണ് പിന്നെ വേറെ ദൈവങ്ങൾ വരിക, പണി ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ദേവന്മാരും ദേവിമാരും ഒക്കെ ദൈവങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരിക. അവരാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കുറേ ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹ് അതിനെ സമീപിച്ചില്ല. അള്ളാഹു ആണ്, അള്ളാഹു റബ്ബുമാകുന്നു. റബ്ബ് അള്ളാഹിൻ്റെ ഈ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ അള്ളാഹു ഇലാഹാണ് എന്ന് പറയുന്നതിന് ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്താണ്. അള്ളാഹ് റബ്ബാണ് നിങ്ങൾ അംഗീകരിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹു പരമകാരുണ്യകനും കരുണാമയനുമാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പരമകാരുണ്യകനും പ്രപഞ്ചങ്ങളുടെ നാഥനായ രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു റബ്ബാകുന്നു. റബ്ബാകുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ ഖലഖ പറഞ്ഞതുപോലെ ഒരു സംഗതിക്ക് വളരാനും വികസിക്കാനും പടരാനും നിലനിൽക്കാനും എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അതാത് അളവും തോതും സമയവും സന്ദർഭവും അനുസരിച്ച് കൊടുക്കുന്നവൻ. ഒരു കുട്ടിക്ക് ഉമ്മ പാലൂട്ടുന്നത് പോലെ, ഒരു കുട്ടിയെ ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ കനുള്ള ഭക്ഷണമൊക്കെ തീറ്റി പോറ്റുന്നത് പോലെ, പിന്നെ അതിനെ കയ്യിൽ കൊണ്ടുവന്ന് സ്കൂളിലേക്കും കോളേജിലും ഒക്കെ പഠിപ്പിച്ച് അതിനെ ശരിപ്പെടുത്തുന്നത് പോലെ, പിന്നെ അതിനൊരു പണിയൊക്കെ വാങ്ങിക്കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്നത് പോലെ ഒക്കെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട പണിയാണല്ലോ. പടിപടിയായി ക്രമപ്രവർദ്ധമായി. ഇനിയിപ്പോൾ ഒരു മരം കുഴിച്ചിട്ടാൽ എന്ത് ചെയ്യണം? അത് ശരിയായിട്ട് ആദ്യം വളരണം, അതിന് വെള്ളമൊക്കെ കൊടുക്കണം, പിന്നെ അതിനൊരു വേലിയൊക്കെ കെട്ടി കൊടുക്കണം, പിന്നെ അത് വന്നിട്ട് ഇളയും തളരയൊക്കെ ഇടുമ്പോൾ അതിന് വേറെ വല്ലതൊക്കെ വന്നിരിക്കാതിരിക്കാനൊക്കെ ഉള്ള മറ്റ് സംഗതികളൊക്കെ തെളിച്ച് അതിനെ സുരക്ഷിതമായിട്ട് അങ്ങനെ നോക്കി അതിൻ്റെ ഏറ്റവും വളർച്ച എത്തിയ ഒരു ഘട്ടം വരെ അതിൻ്റെ എല്ലാ സംഗതികളും, ഇതിനാണ് റബ്ബ് എന്ന് പറയും, യജമാൻ എന്ന് പറയും. ശരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി റബ്ബ്. അറബിയിലെ റബ്ബബ എന്ന് പറഞ്ഞാൽ പടിപടിയായി ചിട്ടയോടെ ക്രമപ്രവൃദ്ധമായി ആ റബ്ബബ എന്നുള്ള വാക്കിൽ തന്നെ ഒരു ആവർത്തനമുണ്ട്. ഒരിക്കൽ ചെയ്തിട്ട് അവസാനിപ്പിക്കുക എന്നല്ല, പിന്നെയും അതിങ്ങനെ ചെയ്തിട്ട് അതാണ് റബ്ബബ. അതാണ് റബ്ബ് എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. അറബി ഭാഷയുടെ ഒരു സൗന്ദര്യം കൂടിയാണത്. അത് നമ്മൾ ആ നിലയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ ആവർത്തിച്ച് എപ്പോഴോ ഒന്ന് സഹായിച്ച് പിന്നീട് കൈവിടിഞ്ഞ് അങ്ങനെയല്ല, റബ്ബായിട്ട് തന്നെ നിൽക്കണം. ഈ മഹാപ്രപഞ്ചത്തിനെ പരിപാലിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും നിലനിർത്തുന്നതിലും മുന്നോട്ട് നയിക്കുന്നതിലും പലതിലും ദൈവം വിശ്രമിക്കുന്നുണ്ട്, ദൈവം ഉറങ്ങുന്നുണ്ട്, പലവരുടെ ദൈവം വിസ്മൃതിരാകുമ്പോൾ വേറെ ദൈവങ്ങൾ വന്നിട്ട് കുട്ടിച്ചോറാക്കണുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മളെ മതങ്ങളും ഗോത്രദൈവങ്ങളെയും മതദൈവങ്ങളെയൊക്കെ പഠിച്ചാൽ ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷെ അള്ളാഹു അടിസ്ഥാനപരമായിട്ട് ഒരു പ്രവാചകന്മാരും അങ്ങനത്തെ വിസ്മൃതിയിലാണ്ട, അശ്രദ്ധനായ, അധികാരം നഷ്ടപ്പെട്ട, ബോധരഹിതനാകുന്ന ആ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒന്നുമില്ലാതെ എവിടെയോ ആണ്ടുകൊണ്ടു പോകുന്ന ഒരു സംഗതി പഠിപ്പിച്ചിട്ടില്ല. ആയത്തുൽ കുർസിയില്ലേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, മരിക്കുന്നവനല്ല, അവസാനിക്കുന്നവനല്ല, ചിരഞ്ജീവിയാണ് അള്ളാഹു. എന്നിട്ട് പറയണ അള്ളാഹ്ക്ക് മറവിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മറക്കും, പ്രധാനമന്ത്രി പോലും മറക്കും, പ്രസിഡന്റ് മറക്കും, പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടോ മറക്കും, ഞാനും നിങ്ങളൊക്കെ മറക്കും, മക്കൾ പറഞ്ഞാലും വാപ്പ പറഞ്ഞാലും ഒക്കെ മറക്കും. അള്ളാഹ്ക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് മറതിയും വിസ്മൃതി അല്ല ഇനിയിപ്പോൾ മറവില്ല, എന്നാലും നമ്മൾ ഉറങ്ങിപ്പോവും.
ഉറങ്ങിയാലും നമ്മളെ കാര്യം നടക്കൂലല്ലോ. മറന്നിട്ടില്ലെങ്കിലും സമയം തെറ്റി കാലം തെറ്റി നമ്മൾ ഉറങ്ങിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളടുത്ത് നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഉണ്ട് കഥകളിലൊക്കെ. ദൈവം ഉറങ്ങിപ്പോയതുകൊണ്ട് മറ്റേ ദൈവം വന്നിട്ട് ഇതെല്ലാം കൂടി കുട്ടിച്ചോറാക്കുന്ന കഥകളൊക്കെ പല ഗോത്ര കഥകളിലും മറ്റുള്ളവരുടെ ദേവീദേവന്മാരുടെയും ദൈവങ്ങളുടെയൊക്കെ കഥ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊന്നും അല്ലാഹു അല്ല. അവൻ നല്ല സ്റ്റേണായിട്ട് ഉണർന്ന് വിസ്മൃതയില്ലാതെ വളരെ മനോഹരനായിട്ടാണ് അള്ളാഹു സുബ്ഹാൻ. അതാണ് റബ്ബ്. അതിന് വേറെ വിശദാംശങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പിന്നീട് നമുക്ക് അവർക്ക് പറയാൻ നോക്കാം. റബ്ബ്, അള്ളാഹു റബ്ബാണ്. പരിപാലിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ, പടിപടിയായി വളർത്തുന്നവൻ, ക്രമപ്രവൃദ്ധമായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ നൽകുന്നവൻ. 6 മാസം കഴിഞ്ഞ് അവിടെ മഴ പെയ്യണമെന്ന് അതിൻ്റെ ക്രമം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഈ ആവർത്തനത്തിൽ ജൂൺ 1 മൺസൂൺ ആരംഭിക്കണം. അതിന് എൽനിനോ പ്രതിഭാസം പസഫിക്കിലുണ്ടാവണം. പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഉണ്ടാക്കുന്ന ചില കാലാവസ്ഥാ മാറ്റങ്ങളാണ് വളരെ കൃത്യമായിട്ട് ഇവിടേക്ക് എന്ത് ചെയ്യണത്. ഇവിടെ നമ്മൾ അവിടെ എടുത്തിട്ടല്ല, കേരള ഗവൺമെന്റ് തീരുമാനിച്ച് ഇന്ത്യ ഗവൺമെന്റിന് അംഗീകാരം കൊടുത്തു. ഇവിടുത്തെ പാർട്ടികളൊക്കെ കൂടി അത് ആവശ്യപ്പെട്ടു. ജൂൺ 1 ഇവിടെ കൃത്യമായിട്ട് മഴ പെയ്യണം, ഞങ്ങൾക്ക് വർഷകാലം വേണം എന്ന് ആരോ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലല്ല ഈ സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ? കരുണാവാരിധി അല്ലാഹു അതിനൊരു സിസ്റ്റം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്രമപ്രദം. അപ്പോൾ ഓരോ കൊല്ലത്തിലും അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അപ്പം മലയാളിക്ക് 6 മാസം കൂടുമ്പോൾ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ മലയാളിയുടെ ജീവിതം വളരെ പ്രയാസകരമായിട്ട് മാറും. അതുകൊണ്ട് മലയാളിക്ക് ആ മഴ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതികൾ ചെയ്യുന്നവൻ ആരാണോ അതാണ് റബ്ബ്. അത് ഗവൺമെന്റ് അല്ല, അത് മത സംവിധാനങ്ങളല്ല, ശാസ്ത്രവും രാഷ്ട്രീയക്കാരും സമ്പത്തുള്ളവരൊന്നുമല്ല ഈ പണി ചെയ്യണത്. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ. നമുക്ക് വായു വേണം മനുഷ്യന്. ആമസോൺ കാടുകളും ആമസോൺ കാടുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമഘട്ടങ്ങളുണ്ട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്നാണ് പറയുന്നത്. അതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പോകണില്ല. അപ്പം നമുക്ക് വായുവാണെന്ന് തീരുമാനിച്ചിട്ട് ഈ വായു ഉൽപ്പാദിപ്പിച്ച് തരുന്നത് ആരാ? ഞാൻ പറഞ്ഞത് അള്ളാഹു റബ്ബാകുന്നത് അങ്ങനെയാണ്, കരുണാവാരിധിയായ റബ്ബ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കണം. അള്ളാഹു രക്ഷിതാവാണ്, പരിപാലകനാണ്, സംരക്ഷകനാണ്, യജമാനനുമാണ്. ഇതൊക്കെ തരുന്നവന് യഥാർത്ഥത്തിൽ. അതിൻ്റെ ബാക്കി വശങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. മൂന്നാമത്തെ ഒരു സംഗതി പറയുന്നത് തൗഹീദു സിഫാത്ത്. അള്ളാഹുവിന് മാത്രമുള്ള ക്വാളിറ്റികളുണ്ട്. അത് അള്ളാഹ്ക്ക് മാത്രമേ വകവെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട സിഫത്തുകൾ, ചില സവിശേഷതകൾ, ചില വിശേഷങ്ങൾ, അത് മനുഷ്യരിലേക്കോ മറ്റ് സംവിധാനങ്ങളിലേക്കോ നിങ്ങൾ ചേർത്ത് പറയരുത്. ഈ 3 കാര്യങ്ങളും, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, തൗഹീദുർ റുബൂബിയ്യത്ത്, തൗഹീദുസ് സിഫാത്ത്, അള്ളാഹിന്റെ വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവൻ. ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അപ്പോൾ നമ്മൾ പറയണം എന്ത്? ഇന്ന ഔലിയാക്ക് ഇതൊക്കെ കാണാൻ കഴിയും. മൂപ്പര് മറഞ്ഞതിനെ കാണുന്നവനാണ്, ഉള്ളിലുള്ളതിനെ കാണുന്നവനാണ്. എക്സ്റേ ഒക്കെ എടുക്കാതെ തന്നെ മൂപ്പർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പുറത്തേക്ക് നോക്കിയാൽ ഈ മതിലിൻ്റെ അപ്പുറത്ത് എന്താണെന്നുള്ളത് മൂപ്പർക്ക് കിട്ടും. അതിനൊക്കെ ശാസ്ത്രീയമായി ചില സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളതൊക്കെ കിട്ടും. അതിനുള്ള പുതിയ മെഷീനുകളും സാധനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതല്ലാതെ ഇവിടുന്നാണ് നോക്കി അപ്പുറത്തുള്ളത് നടക്കും, അമേരിക്കയിൽ നടക്കണം എന്താണെന്നൊക്കെ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ദിവ്യനായിട്ട് നമ്മുടെ മുമ്പിൽ വരിക. അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായിരിക്കെ തന്നെ വേറെ ചിലർക്ക്, മനുഷ്യർക്കോ അല്ലെങ്കിൽ ചില മൃഗങ്ങൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒക്കെ കാണാനും കേൾക്കാനുമൊക്കെയുള്ള വലിയ കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ ഇല്ല. എല്ലാം കാണാനും കേൾക്കാനുമുള്ള കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒരു സാധനത്തിനും അള്ളാഹ് നൽകിയ കഴിവുകൊണ്ട് ചില കഴിവുകൾ പ്രകടിപ്പിക്കാന്നല്ലാതെ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ വലുപ്പവും അതിൻ്റെ വിശാലതയുമുള്ള ഒന്നും വേറെ ഒരു ജീവജാലങ്ങൾക്കും അള്ളാഹ് കൊടുത്തിട്ടില്ല. അപ്പോൾ അള്ളാഹ് നമ്മൾ കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സാധനം എല്ലാം കാണും, എന്നിട്ട് അതിൻ്റെ പേരിൽ അത് ദിവ്യനാണ് എന്ന് നമ്മൾ പറയാം. അതിൻ്റെ പിന്നാലെ കൂടുക, അതിനെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ നിങ്ങൾ അള്ളാഹ്ക്ക് അർഹതപ്പെട്ട സവിശേഷതകൾ. അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ. അമേരിക്ക വിചാരിച്ചാലൊന്നും ഭക്ഷണം തരാൻ കഴിയൂല, ഗവൺമെൻറ് തീരുമാനിച്ചാലും ഭക്ഷണം തരാൻ കഴിയില്ല. കാരണം നിങ്ങൾ കൂട്ടി അഫ്രായിത്തുമ്മാ തഹറസൂൻ, നിങ്ങൾ വിതക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച്, കൃഷി നമുക്ക് ചെയ്യാന്നുള്ളൂ, പക്ഷെ മണ്ണ് ഭൂമിയിൽ നിന്ന് മുളച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? കാലാവസ്ഥ, സൂര്യൻ വേണം, വെള്ളം വേണം. ഇതൊന്നും മനുഷ്യൻ്റെ നിരന്തരമല്ല. അതുകൊണ്ട് ആ സാധനം അള്ളാഹു മാത്രം. അപ്പം നമ്മളൊരാളുടെ ഭക്ഷണം നൽകുന്നവൻ ഇന്ന ദേവിയാണ്, ഇന്ന ദേവനാണ്, അല്ലെങ്കിൽ ഇന്ന ഗവൺമെൻറ്റാണ്, ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, ഓലുണ്ടെങ്കിൽ കാലാകാലം നമുക്ക് ഭക്ഷണം കിട്ടും എന്ന് ഭൗതികമായോ ആത്മീയമായോ അഭൗതികമായിട്ടൊക്കെ നമ്മൾ വിശ്വസിച്ചാൽ അള്ളാഹുവാണ് റാസിഖ്. യർസുഖുകും ഫിസ് സമാവാതി വൽ, ആകാശ ഭൂമിയുള്ളതിനൊക്കെ റിസ്ക്
എന്താണോ വേണ്ടത് അത് കൊടുക്കുക. റിസ്ക് എന്നുള്ളതിന് വിശാലമായ അർത്ഥമാണുള്ളത്. റിസ്ക് എന്നാൽ നമ്മൾ പറയലെ ഭക്ഷണം, വിഭവങ്ങൾ, മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ വിഭവവും തരുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം നമ്മൾ പറയണം അങ്ങനെയൊന്നുമല്ല, അല്ലാത്ത ഒരാൾക്കും ഭക്ഷണം തരാനൊക്കെ കഴിയും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് ശിർക്കും കുഫറും നിഫാഖും ദുൽമും ഫുസൂഖും ഒക്കെ ആയിട്ട് മാറും. അപ്പം ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ സിഫത്ത് അംഗീകരിക്കണം. അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു യജമാനനാകുന്നു, എല്ലാ വിശേഷണങ്ങളുമുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. ഇത് പൂർണ്ണമായിട്ടും അള്ളാഹുവിന് അംഗീകരിച്ചു കൊടുക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അള്ളാഹു ഇലാഹാകുന്നു എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണത്തിൽ വരുന്ന എന്തൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങൾ പിന്നെ ഖുർആൻ നമ്മുടെ മുമ്പിൽ വേറെ വെക്കുന്നുണ്ട്. എന്താണ് അള്ളാഹിൻ്റെ സിഫത്തുകൾ, എന്താണ് അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്, ഉലൂഹിയത്ത് കൊണ്ട് അള്ളാഹു ഇലാഹാണ് എന്നുള്ളത് കൊണ്ട് എന്താണ് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ നന്നായിട്ട് നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഒരു ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഹദീസ്. ഞാൻ പുറത്ത് തന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ട്, ഞാൻ നിങ്ങൾക്ക് റിസ്ക് തന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. നിങ്ങൾക്ക് എന്താണോ എന്നോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, എന്ത് കാര്യവും നിങ്ങൾ എന്നോട് ചോദിക്കുക. ഇത് പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓലോ അവ്വലക്കും ആഖിറക്കും, നിങ്ങളിൽ ആദ്യത്തോനോ അവസാനത്തോനോ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ മില്യൺ കണക്കിന് മനുഷ്യന്മാർ ഉണ്ടായി പോയോലും ഉണ്ടാകാൻ പോടോലും ഇപ്പോൾ ഉള്ളവരൊക്കെ കൂടെ, അതാണ് അവ്വലക്കും ആഖിറക്കും. നിങ്ങളിൽ ആദ്യത്തെ മനുഷ്യനും ഞാൻ അവസാനത്തെ മനുഷ്യനും, വഹയ്യക്കും വമയ്യിതുക്കും, നിങ്ങൾ ജീവിച്ചിരിക്കണോലും മരിക്കണോലും മുഴുവൻ, ഉറത്തബിക്കും യാബിസക്കും, നിങ്ങളെ ചെറുപ്പക്കാരും വയസ്സന്മാരും ഒക്കെ ചെയ്യാൻ കഴിയുന്നവനും ചെയ്യാൻ കഴിയാത്തവനും എല്ലാവരും ഒരുമിച്ച് കൂടിക്കും. ഇജ്തമിഉ അലാ അത്ഖൽ ഖൽബി, വെറുതെ അല്ല, ഈ ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും ഒക്കെ ഭയങ്കര ധാർമ്മികമായ സത്യസന്ധമായ മൂല്യമുള്ള നന്മയുള്ള ഒരു സ്വഭാവത്തിൽ ഒരുമിച്ച് കൂടി എന്ന് വെച്ചോ. എങ്ങനെങ്കിലും അല്ല, നല്ല മനുഷ്യന്മാരായിട്ട് ഒരുമിച്ച് കൂടി. മിൻ ഇബാദി അബ്ദി മിൻ ഇബാദി, എൻ്റെ അടിമകളിൽപ്പെട്ട നിങ്ങളെ ഈ എല്ലാ മനുഷ്യരും ഏറ്റവും നല്ലവരായി ഒരുമിച്ച് കൂടിയാൽ പോലും മാ സാദ ദാലിക ഫീ മുൽക്കി ജനാഹ ബഊദത്തിൻ, എല്ലാ മനുഷ്യരും നന്നായി വിശുദ്ധന്മാരായി നിങ്ങൾ ഒരുമിച്ച് കൂടി എന്തെങ്കിലും എന്നോട് ചെയ്യാൻ തീരുമാനിച്ചാലും എൻ്റെ അധികാരത്തിൽ ഒരു കൊതുകിൻ്റെ ചിറക് പോലും വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. അല്ല പറയുന്ന ഒരു വർത്താനം നോക്കണം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല എനിക്കും നിങ്ങൾക്കും. എന്ന് പറഞ്ഞാൽ ഈ എന്തൊക്കെ ശേഷിയുള്ള മെസ്സി ഗോളടിക്കാൻ പാസ് കൊടുക്കണമൊക്കെ പത്രം വായിച്ചാൽ തോന്നും ഇവൻ തന്നെയാണ് മിശിഹാന്ന്, അല്ലേ? അത് അടിക്കണ ആൾക്കാരെ കണ്ടാൽ തോന്നും കേട്ടോ പോലെ ഇരിക്കണമൊക്കെ. തോറ്റോൻ്റെ നിരാശ കണ്ടാൽ പരലോകത്ത് മാശരയിൽ വെക്കണ മാതിരിയാണ്. ഇനിയിപ്പോൾ ഒക്കെ പോയി, ഇനിയിപ്പോൾ എന്തിനാ ജീവിക്കണമെന്നൊക്കെയാണ് ഓരോരുത്തരും. നെയ്മറും റൊണാൾഡോയും അതുപോലെ ഇന്നലെ പോയ എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ മറ്റേ ജൂഡ് ബെല്ലിംഗ്ഹാം ഒക്കെ ഓലൊക്കെ നിൽക്കണുണ്ടാൽ ഇനിയിപ്പോൾ എന്താ ദുനിയാവ് എന്നുള്ള പോലെല്ല നിൽക്കണത്. പരലോകം ഓർമ്മിപ്പിക്കാനൊക്കെ നല്ല കേട്ടോ ആ കാഴ്ചകളൊക്കെ. ദുനിയാവിൽ എത്തിരി പോകുന്ന ഒരു വിനോദത്തിലെ നഷ്ടം പോലും അസാമാന്യമായ കണ്ണീർ തുള്ളികളിലേക്ക് അവരെ നയിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൻ്റെ 10-60-70 കൊല്ലമൊക്കെ ജീവിച്ചിട്ട് ശൂന്യമായ കൈകളുമായി അല്ലാൻ്റെ അടുത്ത് എത്തിയാൽ, ആളുകൾക്ക് വേണ്ടിയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള വിനോദങ്ങളിലെ ഒരു പരാജയം പോലും സഹിക്കാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ നാളെ അല്ലാൻ്റെ മുമ്പിൽ എത്തിയാൽ എന്തായിരിക്കും സംഗതി? അപ്പോൾ കളിക്കാരെ കഴിയുന്ന ശാസ്ത്രജ്ഞന്മാർ, രാഷ്ട്രീയ വിശാരദന്മാർ, കഴിവുകൾ നൽകപ്പെട്ട, അതാണ് അല്ലാഹ് പറഞ്ഞത്, ഇവരൊക്കെ ഏറ്റവും നല്ലവരായി 700 കോടി മനുഷ്യന്മാരുണ്ടല്ലോ, ഇവരെ ഇപ്പം തന്നെ പോയാലും വരാനില്ലോലും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൂടി ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ ഒരു കൊതുകിൻ്റെ ചിറക് പോലും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഓൻ്റെ കീഴിലാണ്. അല്ല, നിങ്ങൾക്കൊന്നും അങ്ങോട്ട് കൊടുക്കാൻ കഴിയില്ല. ഇത് നേരെ തിരിച്ചുള്ള പറയുന്നുണ്ട്, വലൗ അന്ന അവ്വലക്കും വാഖിറക്കും, അവസാനത്തോനും ആദ്യത്തോനും, വഹയ്യിക്കും വമയ്യിതിക്കും, ജീവിക്കണോനും മരിച്ചോനും, വറതബിക്കും വയാബിസക്കും, എന്താണ് വയസ്സായവനും ചെറുപ്പക്കാരനൊക്കെ ഒരുമിച്ച് കൂടി, ഇജ്തമിഉ അലാ അശ്ഖാ ഖൽബിൻ അബ്ദിൻ മിൻ ഇബാദി, ഏറ്റവും ദുർവൃത്തമായ മനസ്സോടുകൂടി, തമ്മാടിയായി, ധിക്കാരിയായി, അറുവഷളനായി, ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത അതിഭീകരരായി ഭൂമിയിലുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടി. എന്നിട്ട് നിങ്ങൾ എന്തോന്ന് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും കൂടി ചെയ്തിട്ട് എൻ്റെ അധികാരത്തിൽ നിന്ന് കൊതുകിൻ്റെ ഒരു ചിറകിൻ്റെ അത്ര പോലും നിങ്ങൾക്ക് എന്നിൽ നിന്ന് എടുക്കാനോ കൈകാര്യം ചെയ്യാനോ സാധ്യമല്ല. അല്ലാഹ് പറയുന്ന ഒരു വർത്താനാണ്. എല്ലാവരും നന്നായി കണ്ടിഞ്ഞ് ചെയ്താലും അള്ളാഹ്ക്കൊന്നും കിട്ടാൻ പോകണില്ല, അള്ളാഹ്ക്ക് നിങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. എല്ലാ വൃത്തിയിട്ടവനും അധികാരത്തിൽ, മതത്തിൽ, സമ്പത്തിൽ, സൈന്യത്തിൽ, പോലീസിൽ, മീഡിയയിൽ, കലയിൽ തമ്മാടിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കോടാനുകോടി സംവിധാനങ്ങൾ ഒക്കെ കൂടി ഒരുമിച്ച് കൂടി കണ്ട് വൃത്തികേട് ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹ്ക്കൊന്നുമില്ല. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയാം അവസാനിക്കും, വലവൻ അവ്വലക്കും വാഖിറക്കും, നിങ്ങളിലെ ആദ്യത്തോനും അവസാനവും, വഹയ്യക്കും വമയ്യിതിക്കും വറതബിക്കും വയാബി ഇജ്തമഉ അലാ സഈദിൻ വാഹിദിൻ,
നിങ്ങൾ എന്നീ ഭൂമിക്ക് മുകളിലുള്ള എന്തെങ്കിലും ഒരു കാര്യം എല്ലാവരും കൂടി, ഈ കോടാനുകൂടി മനുഷ്യന്മാർ, പോയോലും വന്നോലും ജീവിച്ചിരിക്കണോലും മരിച്ചവരൊക്കെ ആയ മനുഷ്യന്മാര്, ഫസഅല കുല്ലു ഇൻസാനിൻ മിൻകും, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹങ്ങൾ ചോദിച്ചു, എനിക്കത് വേണം, എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവരും ആവശ്യവും നിർവഹിച്ചു തന്നു എന്ന് വെച്ചോളൂ. നിങ്ങളൊക്കെ ചോദിച്ചു, ഇത്രയും മനുഷ്യന്മാര് നിങ്ങളുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ, ഇന്നത് വേണം എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു. ഫഅഅതൈതു കുല്ല സായിലിൻ മിൻകും, നിങ്ങൾ ചോദിച്ച എല്ലാവർക്കും ഞാൻ തന്നു. മാസഅല, എന്താണോ നിങ്ങൾ ചോദിച്ചത്. മാ നഖസ ദാലിക മിൻ മുൽക്കി ഇല്ലാ കമാലു അന്ന അഹദകും മിനൽ ബഹർ, ഞാൻ ഇതൊക്കെ കൂടി നിങ്ങളെല്ലാ മനുഷ്യരും ചോദിച്ചത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നാലും സമുദ്രത്തിൽ അടുത്തേക്ക് നിങ്ങൾ പോയി, കടലിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോയി എന്ന് വെച്ചോ. ഫഗമസ ഫീഹി ഇബ്റതൻ, എന്നിട്ട് നിങ്ങളൊരു സൂചി എടുത്തിട്ട് കടലിൽ മുക്കി. സുമ്മ റഫഅഹ ഇലൈഹി, എന്നിട്ട് ആ സൂചി എടുത്തിട്ട് നിങ്ങൾ, സൂചി ഉണ്ടല്ലോ നമ്മൾ തുന്നണ സൂചി, ആ സൂചി വരെ കടലിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ മുക്കിയിട്ട് അതിങ്ങനെ നോക്കി. ദാലിക ബിഅന്ന ജവാദൻ ഫഗമസ ഫീഹി ഇബ്റതൻ സുമ്മ റഫഅ ഇലൈഹി, ആ മൊട്ടുസൂചിൻ്റെ അറ്റത്ത് വന്ന ഒരു വെള്ളത്തുള്ളി ഉണ്ടല്ലോ, അത്ര മതി അള്ളാഹ് നിങ്ങൾക്ക് തരാൻ. നിങ്ങളെല്ലാവരും കൂടി ചോദിച്ചത് മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും, അള്ളാഹിൻ്റെ മുമ്പിൽ ഒന്നും നിങ്ങൾക്ക് കുറയാൻ പോണില്ല. പിന്നെ ബാക്കി പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു ജവാദാണ്, മാജിദാണ്, നൽകുന്നവനും ഔദാര്യവാനും സവിശ്രഷ്ടാവും ശ്രേഷ്ഠനുമൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനോട് ചോദിക്കും. അള്ളാഹ്ക്ക് സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. കുൻ സ്വിച്ചാണ്ട് ഇട്ടാൽ സാധനമായിട്ട് കറങ്ങാൻ തുടങ്ങും. അത് കേട്ടി യോജിപ്പിച്ച് പ്ലംബറെ കൊണ്ടുവന്ന് മറ്റോനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വണ്ടിയിൽ സാധനം കയറ്റി കൊണ്ടുവന്ന് ഇതുണ്ടാവട്ടെ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കുൻ ഫയകൂൻ, ഉണ്ടാവണം എന്നവൻ തീരുമാനിച്ചാൽ ഒരു വാക്ക് മാത്രം, കലിമത്ത് മാത്രം, ഉണ്ടാവുക, ആവുക, സംഭവിക്കുക, നടക്കുക എന്നാണ് പറഞ്ഞാൽ ആ സാധനം നടക്കും. ഇത്രയും ബൃഹത്തായ അധികാരത്തിൻ്റെ കേന്ദ്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞത് അള്ളാഹുവിനെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക. കാരണം അള്ളാഹു അവൻ്റെ വിധിവിലക്കൾക്കനുസരിച്ച് പാലിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും തുണക്കുമാണ്.